നന്ദി പറയുക എന്നൊരു വാക്ക് വളരെ സിമ്പിളാണെങ്കിലും വലിയ അർത്ഥമുള്ളൊരു വാക്കാണ് അല്ലേ അത്. ഓരോ പ്രഭാതവും ഉണർവോടെ എഴുന്നേൽക്കാൻ പറ്റുന്നതിന് ആദ്യം തന്നെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസത്തെ എതിരേൽക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. വളരെ തിന്നായിട്ടുള്ള ദോശയാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. അതിനൊരു ചട്നിയും കൂടെ അരച്ചപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലിയും കഴിഞ്ഞു. വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കോവയ്ക്ക പറിച്ചെടുത്ത് ചെറിയൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി. മുറ്റത്തുള്ള മാവിൽ നിന്നൊരു മാങ്ങ പറിച്ചെടുത്ത് ഒരു മാങ്ങക്കറിയും വെച്ചു. ഈ കറിയിൽ ഒരു കുടംപുളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഫിഷ് കറിയുടെ ടേസ്റ്റുമായി കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പത്തിൽ തീർക്കാം. വീടിൻ്റെ മുറ്റത്ത് റംബൂട്ടാനും മാവും കുറച്ച് ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് കരിയിലകൾ നിറഞ്ഞു കിടക്കും കേട്ടോ. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ലൂക്കമോൻ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരം പോകുന്നത് അറിയില്ല, നമ്മുടെ ജോലിയും വളരെ സിമ്പിളായിട്ട് തോന്നും. ചൂടേറ്റ് വാടി നിൽക്കുന്ന ഈ ചെടികളെ തൊട്ടും തലോടിയൊക്കെ നനച്ചു കൊടുക്കുന്നത് നല്ലൊരു ജോലിയാണ് കേട്ടോ. ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കണ്ണിനും മനസ്സിനും അന്തരീക്ഷത്തെയൊക്കെ സുന്ദരമാക്കി തരുന്ന ഈ ചെടികൾക്കും നമുക്കൊരു നന്ദി പറയാം. ഇവരുടെ അടുത്ത് സമയം ചിലവഴിച്ചാൽ നമ്മളും റിലാക്സ്ഡ് ആവും കേട്ടോ. ഞാൻ കുറേ സമയം ഇവരുടെ അടുത്ത് അങ്ങനെ ചിലവഴിക്കാറുണ്ട്. വീടും പരിസരം ഒക്കെ വൃത്തിയായി കിടക്കുമ്പോൾ നമുക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. എങ്കിലും പോവാൻ തുടങ്ങിയാൽ ഓടി വന്ന് വണ്ടിയിൽ കയറുന്നത് ലൂക്കയുടെ ഒരു സ്വഭാവമാണ് കേട്ടോ. സന്ധ്യയായി, വിളക്ക് വെച്ചു, നാമം ജപിച്ചു. ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് സമയം ലൂക്കേനെ പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കളിപ്പിക്കാറുണ്ട്. ഏറ്റവും ശാന്തവും മനോഹരവുമായ ഒരു ദിവസം തന്നതിന് യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.